മദ്രാസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സമ്മർ ക്യാപിറ്റലിലേക്ക് പോയാലോ? അതും 80s ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീം എൻജിൻ. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്, അതും ട്രെയിനിൽ. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. നേരെ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ജനറലാണ് കയറിയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മണിക്ക് ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മേട്ടുപ്പാളയത്തിലേക്കുള്ള ബസ് കയറി. ഏകദേശം ഒരു 1 hour യാത്ര ഉണ്ടായിരിക്കും അങ്ങോട്ടേക്ക്. ഒരു 12 മണിയോടെ ഞങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അന്ന് അവിടെ സ്റ്റേഷനിലാണ് നിന്നത്. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത് കേട്ടോ. ഈ വരുന്നതാട്ടോ നമ്മുടെ സ്റ്റീം ലോക്കോ. മേട്ടുപാളയം മുതൽ ഊട്ടി വരെയാണ് ഈ ട്രെയിൻ യാത്ര ഉള്ളത്. തമിഴ്നാട്ടിലെ ഊട്ടി, മേട്ടുപാളയം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മലയോര തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഈ റൂട്ട് 2005 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. 1908 ഫസ്റ്റ് ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നത്. 46 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ യാത്ര കവർ ചെയ്യാൻ ഏകദേശം 5.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇതിനെ നമ്മൾ ടോയ് ട്രെയിൻ എന്നും വിളിക്കാറുണ്ട്. ഇതുപോലെ മറ്റൊരു ട്രെയിൻ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലും ഉണ്ട്. മണിക്കൂറിൽ ശരാശരി 10 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത്. സ്വിറ്റ്സർലാൻഡിലെ സ്വിസ് ലോക്കോമോട്ടീവ് കമ്പനിയാണ് ഇതിൻ്റെ എഞ്ചിൻ ആദ്യമായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ തിരുച്ചിറപ്പള്ളിയിലെ വർക്ക്ഷോപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മേട്ടുപാളയത്ത് നിന്ന് 7:10 പുറപ്പെട്ട് ഊട്ടിയിൽ 12 മണിക്ക് എത്തും. അതുപോലെ തിരിച്ച് 2 മണിക്ക് ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് 5:30 മേട്ടുപാളയത്തും എത്തും. ടിക്കറ്റ് നമ്മൾ 3 മാസം മുമ്പേ തന്നെ ഓൺലൈനായിട്ട് IRTCൻ്റെ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് ജനറൽ ടിക്കറ്റ് ഇവിടുന്ന് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ വന്നിട്ട് ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതും കുറച്ച് പേർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കറക്റ്റ് 7:10 തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വേറെ ട്രാക്കുകളിലായിട്ട് പഴയ ലോക്കോ എൻജിൻസ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഊട്ടി മലനിരകൾ കാണാം കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേട്ടുപാളയത്തു നിന്ന് പുറപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷനായിട്ടുള്ള കല്ലാറിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കല്ലാറ് സ്റ്റേഷൻ മുതലാണ് ട്രെയിൻ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് മല കയറി തുടങ്ങുന്നത്. ട്രെയിൻ ഇങ്ങനെ പിടിച്ച് കയറുന്നത് വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കല്ലാറ് കഴിഞ്ഞാൽ അഡർലി, ഹിൽഗ്രോവ്, റണ്ണിമേട്, കതേരി റോഡ്, കൂനൂർ വരെ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ഓടുന്നത്. കൂനൂരിൽ നിന്ന് ഈ ലോക്കോ മാറ്റിയിട്ട് സാധാരണ ഡീസൽ ലോക്കോ ഉപയോഗിച്ചിട്ടാണ് ഊട്ടി വരെ ഓടുന്നത്. ഈ റൂട്ടിൽ 208 വളവുകളും 16 ടണലുകളും 250 പാലങ്ങളും നമ്മൾ കടന്നു പോകും. ട്രെയിനിൽ കയറുമ്പോൾ ഇടതുഭാഗത്ത് ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം കൂടുതലും വ്യൂസ് ഉള്ളത് ഇടതുഭാഗത്താണ് കേട്ടോ. ട്രെയിൻ ഓരോ സ്റ്റേഷനിലും നിർത്തുന്നത് നമുക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഈ ട്രെയിനിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് അതിൻ്റെ നീരാവി കൊണ്ടാണ് ട്രെയിൻ ഓടുന്നത്. ഇതാണ് കേട്ടോ 2 ട്രാക്കിനിടയിലെ റാക്ക് എന്ന് പറയുന്നത്. ഈ റാക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ കയറ്റം കയറി പോകുന്നത്.
എല്ലാ സ്റ്റേഷനിലും ട്രെയിന് 5 to 10 മിനിറ്റ് നിർത്തി തരും കേട്ടോ. പിന്നെ അവിടെ ടോയ്ലറ്റിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ട്രെയിനും സ്റ്റേഷനും ഒക്കെ ഭയങ്കര ഫോട്ടോജനിക് ആയിരുന്നു കേട്ടോ. മേട്ടുപ്പാളയത്തു നിന്ന് പോകുമ്പോൾ ട്രെയിനിൻ്റെ ബാക്കിലാട്ടോ എൻജിൻ ഉണ്ടാവുക. അത് ബാക്കിൽ നിന്നും തള്ളി കയറ്റിയിട്ടാട്ടോ ഇത് ഓടുന്നത്. ദിൽ സേ കിലുക്കം തുടങ്ങിയ ഇന്ത്യൻ സിനിമകൾ ഒരുപാട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു തവണ സർവീസ് നടത്താൻ ഈ തീവണ്ടിക്ക് ഏകദേശം 8000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഭവാനി നദിയിൽ നിന്നാണ് എടുക്കുന്നത്. ഈ നദിയെ ഒരു തവണ ട്രെയിൻ മുറിച്ച് കടക്കുന്നുമുണ്ട്. അങ്ങനെ ട്രെയിന് കൂനൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ക്രൗഡായിരുന്നു. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കൂനൂർ. ഇവിടുന്നാണ് സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള പിന്നീടുള്ള യാത്ര തുടരുന്നത്. ഇവിടുന്ന് ഊട്ടിയിലേക്ക് വേറെ ട്രെയിനുകളും ഉണ്ട് കേട്ടോ. അതിനുള്ള ടിക്കറ്റ് ഇവിടുന്ന് അവൈലബിൾ ആണ്. അങ്ങനെ കൃത്യം 12 മണിക്ക് നമ്മൾ ഊട്ടിയിലെത്തി കേട്ടോ.